എന്താ ശീലേ സംഭവം റെഡി ആയിരുന്നില്ലേ? എരിയുണ്ടോ? അല്ലേ എരിവൊന്നുമില്ല, സൂപ്പർ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഈ ലിവർ കൊണ്ട് ഒരു അടിപൊളി ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. ആരുടെ ലിവർ? എൻ്റെ അല്ല, പോത്തിന്റെ. അപ്പോൾ പോത്തിൻ്റെ ലിവർ കൊണ്ട് അടിപൊളി ഡ്രൈ ഫ്രൈ. അപ്പോൾ നമുക്ക് പോത്തിൻ്റെ ലിവർ നന്നായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിന് മുകളത്തെ ഈ വേസ്റ്റൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ലിവറിൻ്റെ ഈ മുകളിലത്തെ കോട്ടിക്ക് നമുക്കൊന്ന് വലിച്ചെടുക്കാം. ഇത് എടുത്തില്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ലെതർ പോലെ കിടക്കും. അപ്പോൾ ഈ ലിവറിന് ഈ മുകളിലത്തെ കോട്ടിങ് എടുത്തില്ലെങ്കിൽ നമ്മൾ തേക്കണ ഈ മസാല ഇല്ലേ, അതൊന്നും ഈ ലിവറിൽ പിടിക്കില്ല. രസമല്ലേ? അപ്പോൾ ഇത് ശരിക്കും നല്ല കട്ടിയുള്ളൊരു കോട്ടിങ് തന്നെയാണ്. ഈ സംഭവം വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടിക്കുമ്പോഴൊക്കെ ഒരു ലെതർ പോലെ ശരിക്കും പല്ലിലൊക്കെ ഇങ്ങനെ കൊടുക്കും. പക്ഷെ നമുക്കിതൊക്കെ എടുത്തിട്ട് സംഭവം സെറ്റാക്കാം. എന്തായാലും ബലം നോക്കി വിട്ട് വരില്ല, അമ്മാതിരി കോട്ടിങ്ങാണ്. അപ്പം വൃത്തിയാക്കി എടുത്ത ഈ ലിവർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ലിവർ ഫ്രൈയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ചെറുള്ളിയാണ്. അപ്പോൾ ചെറുള്ളി നമുക്ക് നന്നായി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. വലിയ ഉള്ളിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ ചെറുള്ളിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ലിവറൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നന്നായി കഴുകിയെടുത്ത ലിവർ നമുക്കൊന്ന് പാത്രത്തിലിടാം. നമ്മൾ കഴുകി കട്ട് ചെയ്തെടുത്ത് ലിവർ നമുക്ക് ഈ വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് കുറച്ച് നേരം മുക്കി വെക്കാം. വിറകൊന്ന് കത്തിക്കാൻ വെക്കാല്ലേ? ഓ, ഇപ്പൊ തീ നന്നായി കത്തിയിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഈ ഉരുളി കൊണ്ട് വെച്ചിട്ട് പരിപാടി തുടങ്ങാം. ആദ്യം വെളിച്ചെണ്ണ. അപ്പം ചെറുതായി കട്ട് ചെയ്തെടുത്ത് ഈ ചെറിയ ഉള്ളി ആദ്യം ഇടതിൽ.
ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, നമുക്ക് മെയിൻ ഐറ്റം ലിവർ ഇതിലേക്ക് ഇടാം. ഉപ്പ്, മഞ്ഞൾ, കുരുമുളക് പൊടിച്ചത്, മുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, ഗരം മസാല, കറിവേപ്പില. ലിവറിന്റെ മുന്നേ ഇടേണ്ടതാണ്, നമ്മൾ ഇട്ടില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇടാം. അല്പം വെള്ളം ഒഴിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഡ്രൈ ഫ്രൈ സെറ്റായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കാം ഫുള്ളായിട്ട്. അടിപൊളി മണത്തിനായിട്ട് നമുക്ക് കറിവേപ്പില, ഡ്രൈ ആയിക്കണല്ലേ, ഫുള്ള് ഡ്രൈ. നമ്മുടെ ലിവർ ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. സംഭവം അടിപൊളി ഉണ്ട് കേട്ടോ, ഫുള്ള് ഡ്രൈ. അപ്പൊ ഇന്ന് നമ്മുടെ നോക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് തനിഷും പിന്നെ 2 കുട്ടികളും വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ അയൽവാസികൾ നമ്മുടെ സബ്സ്ക്രൈബറാണ്, ഹരണിയും പിന്നെ അനുഗ്രഹയും അല്ലേ? കുറച്ച് എടുത്തോ, ഞാൻ എടുക്കാം. നീ കഴിക്കും തനിഷ്. ക്ഷീണിച്ചിരിക്കുന്നില്ലേ തനിഷ്? അത് ഒന്നും ഉള്ളിൽ പോയില്ല, അതാണ്. കഴിക്കും. എങ്ങനെയുണ്ട് തനിഷ? പൊളി, ഒന്നും പറയില്ല, സൂപ്പർ. കുറെ നേരമായി കഴിക്കാൻ തുടങ്ങി. ആ, ഇത് രണ്ടാമത്തല്ലേ? രണ്ടാമത്തെ പൊറോട്ട. വാ, എങ്ങനെ എടുക്കുക? എങ്ങനെ ഹരണിക്ക് ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട്? പീസ് അങ്ങോട്ട് അങ്ങനെ റോൾ ചെയ്യുക, കുറച്ച് ഉള്ളി അങ്ങോട്ട് വെക്കുക. ധനുഷ് യാതൊരു ദാക്ഷിണിയില്ല. പൊറോട്ട കിട്ടിയ പിന്നെ മോനെ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? പിന്നെ ഹരിക്കുട്ടം എരിഞ്ഞിട്ട് എരിയുണ്ടോ? അല്ലേ, എരിവൊന്നുമില്ല, സൂപ്പർ. അപ്പോൾ വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. അടിപൊളി ബീഫ് ലിവർ ഫ്രൈ. നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് ടേസ്റ്റ് ചെയ്ത് എല്ലാവരും പറയുന്നത്. നമുക്ക് കുറച്ച് ടേസ്റ്റ് നോമ്പ്
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി അടിപൊളി കിടിലൻ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.